Today we are going to learn the lesson "And Then Gandhi Came," written by Jawaharlal Nehru, and it is taken from the book Discovery of India. പേജ് നമ്പർ 40 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. 40ാമത്തെ പേജിൽ 3 പാരഗ്രാഫുകളിലായി 3 പോയിന്റുകൾ പറഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ പാരഗ്രാഫിൽ ജവഹർലാൽ നെഹ്റു ടോക്ഡ് അബൌട്ട് വേൾഡ് വാർ I and its effects upon Indians. And in the second paragraph, Nehruji talks about poverty and defeatism among Indians. And in the third paragraph, Nehru talks about the timely arrival of Gandhiji into Indian politics. Now in detail, the first paragraph says that 1914-18 കാലഘട്ടങ്ങളിൽ ഒന്നാം ലോക മഹായുദ്ധം സമാപിച്ചുവെങ്കിലും ഇന്ത്യയിൽ സമാധാനത്തിനും പുരോഗതിക്കും പകരം ബ്രിട്ടീഷുകാർ റിപ്രസീവ് അടിച്ചമർത്തുന്ന നിയമങ്ങളും മാർഷ്യൽ ലോസുമാണ് പഞ്ചാബിൽ നടപ്പിലാക്കിയത്. As a result, humiliation and passionate anger developed in Indians. We became a derelict nation. ഉപയോഗിച്ച് നാമാവശേഷമാക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ ഇന്ത്യക്കാരുടെ മനസ്സിൽ നിരാശ നിറഞ്ഞു. ഒരു അതിശക്തനായ ഒരു പവർഫുൾ മോൺസ്റ്റർ. ഹു ഈസ് ദ ഓൾ പവർഫുൾ മോൺസ്റ്റർ ഹിയർ? ഓൾ പവർഫുൾ മോൺസ്റ്റർ. The word all powerful monster signifies the British. Our limbs were paralyzed. നമ്മുടെ ശരീരം തളർന്നതുപോലെയായി, മനസ്സ് ജഡം തുല്യമായി മാറി. ഈ അതിശക്തനായ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ മനസ്സിൽ തീ കോരിയിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. അൺഎംപ്ലോയ്മെന്റ് വർദ്ധിച്ചു. കായികപരമായോ മാനുവലായിട്ടോ ടെക്നിക്കലായിട്ടുള്ള ജോലി ഇന്ത്യക്കാർക്ക് നഷ്ടപ്പെട്ടു. പാരഗ്രാഫിലെ പ്രധാന കാര്യങ്ങൾ ഈ ഒരു അവസ്ഥയിലേക്കാണ്, ദാരിദ്ര്യത്തിന്റെയും പരാജയബോധത്തിന്റെയും അവസ്ഥയിലേക്കാണ് ഗാന്ധിജി കടന്നു വരുന്നത്. ഗാന്ധിജി came like a first point, powerful current of fresh air. Gandhiji came like a powerful current of fresh air. He helped us stretch ourselves and take a deep breath. Then he was like a beam of light. Gandhiji was like a beam of light. പ്രകാശത്തിന്റെ ഒരു കിരണം പോലെയാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. Then he was like a whirlwind that upset. പല കാര്യങ്ങളും നിലവിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് വ്യവസ്ഥയിലെ പല കാര്യങ്ങളും അപ്സെറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഗാന്ധിജി ചെയ്തത്. അതിനുവേണ്ടി ഗാന്ധി എന്ത് ചെയ്തു? He worked on the people's mind. Gandhiji worked on people's mind. So remember these 3 points. He was like a powerful current. He was like a beam of light. He was like a whirlwind that upsetted many things. He worked on the people's mind. And പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാന്ധിജിയെ കുറിച്ച് നെഹ്റുജി ഓർമ്മിക്കുന്നത്, ഗാന്ധിജി didn't emerge from the top. Gandhiji emerged from the millions of Indians. ഇതായിരുന്നു ഗാന്ധിജിയുടെ പ്രത്യേകത. ഗാന്ധിജി ഇന്ത്യക്കാരിൽ ഒരാളെ, അവരിൽ നിന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വന്നത്. ഗാന്ധിജി എന്താണ് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത്? ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത് സ്റ്റോപ്പ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ഗെറ്റ് റിഡ് ഓഫ് ദ സിസ്റ്റം ദാറ്റ് ക്രിയേറ്റ്സ് പോവർട്ടി ആൻഡ് മിസറി. ഗാന്ധിജി ആവശ്യപ്പെട്ടത് പോവർട്ടിയും മിസറിയും ക്രിയേറ്റ് ചെയ്യുന്ന ഈ സിസ്റ്റം അവസാനിപ്പിക്കുക, ചൂഷണം അവസാനിപ്പിക്കുക എന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. ഇതാണ് ഒന്നാമത്തെ പേജിലെ പ്രധാന കാര്യങ്ങൾ. 3 പാരഗ്രാഫുകളിലെ പ്രധാന കാര്യങ്ങൾ പറഞ്ഞു. ഇനി പ്രധാനപ്പെട്ട പദങ്ങൾ. റിപ്രസ് എന്നത് ഒരു വെർബാണ്. അതിന്റെ അർത്ഥം ക്രഷ് ചെയ്യുക എന്നുള്ളതാണ്. മാർഷ്യൽ ലോ, ഇറ്റ് ഇസ് എ നൗൺ വിച്ച് മീൻസ് എ മിലിറ്ററി ഗവൺമെന്റ് സസ്പെൻഡിങ് ഓർഡിനറി ലോ. സാധാരണ നിയമങ്ങൾ അനിശ്ചിതത്തിലാക്കിക്കൊണ്ടുള്ള പട്ടാള ഗവൺമെന്റിനെയാണ് മാർഷ്യൽ ലോ എന്ന് പറയുന്നത്. പാഷനേറ്റ് ആംഗർ, എ സ്ട്രോങ് ഇമോഷണൽ ഡിസ്പ്ലഷർ ഈസ് കോൾഡ് പാഷനേറ്റ് ആംഗർ. ഡെറിലിക്റ്റ് അതൊരു അഡ്ജക്റ്റീവ് ആണ്. അതിന്റെ അർത്ഥം വളരെ ദയനീയ അവസ്ഥയിൽ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു രാജ്യം, കാരണം ബിക്കോസ് ഓഫ് ഡിസ്യൂസ് ഓർ നെഗ്ലക്ട്. അടുത്ത വാക്ക് മൊറാസ് എന്നുള്ളതാണ്. അതൊരു നൗൺ ആണ്.
അത് ഒരു ചതുപ്പ് നിറഞ്ഞ നിലം എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ സങ്കീർണമായ ഒരു അവസ്ഥ എന്നുള്ളതാണ്. സോ ദ മെയിൻ വേർഡ്സ് ആർ റിപ്രസ്, then martial law, then the next one is passionate anger, the next one is derelict, and the last one is morass, morass, morass. So these are the key words from page number 1. Now to page number 41 of your textbook, from and then Gandhi came. 41th പേജിലെ പ്രധാന പോയിന്റുകൾ. ഫസ്റ്റ് വൺ ഈസ് നോ ഫിയർ. സെക്കൻഡ് പാരഗ്രാഫ് സൈക്കോ അനലിറ്റിക്കൽ മെത്തേഡ് ഓഫ് ഗാന്ധിജി ആൻഡ് റിയാക്ഷൻ against a foreign rule. ഇതാണ് മൂന്നാമത്തെ പ്രധാന പോയിന്റ്. Now in detail, freedom took a new shape with the arrival of Gandhiji into Indian politics. ഗാന്ധിജി പറഞ്ഞതെല്ലാം ജനങ്ങൾ ഭാഗികമായി മാത്രമേ, only partially accepted. They accepted only partially. The essence of his teachings were fearlessness and truth. നിർഭയത്വവും സത്യസന്ധതയുമായിരുന്നു ഗാന്ധിജിയുടെ ആഹ്വാനത്തിന്റെ ചുരുക്കം. ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ദെൻ ഹി വർക്ക് ഫോർ ദി വെൽഫെയർ ഓഫ് ദി മാസസ്. ജനക്കൂട്ടത്തിന്റെ ക്ഷേമം ഗാന്ധിജിയുടെ പ്രധാന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പുരാതന പുസ്തകങ്ങളിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് അഭയ ഓർ ഫിയർലെസ്നെസ്, ഇത് വെറും ശാരീരികമായ ഒരു അവസ്ഥ മാത്രമല്ല, ധൈര്യം മാത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. റിമെമ്പർ, അഭയ means absence of fear from mind. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതുക absence of fear from mind. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഫിയറിനെ സംബന്ധിച്ച് പറയുന്നത്, ബ്രിട്ടീഷ് റൂൾ ഗേവ് us what? Fear. What kind of fear? Pervasive, oppressing, strangling. First paragraph dealt with abhaya or fearlessness or no fear. രണ്ടാമത്തെ പാരഗ്രാഫിൽ ഗാന്ധിജി പറയുന്ന കാര്യങ്ങൾ, the black pall of fear, ഭയത്തിന്റെ വലിയ കരിമ്പടം, black pall of fear was lifted to an amazing degree. കാരണം ഭയം എന്നത് ഫാൾസ്ഹുഡിന്റെ കൂട്ടുകാരനാണ്. ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്. സോ ട്രൂത്ത് ഫോളോസ് വാട്ട്? ഫിയർലെസ്നെസ്. ഫിയർ ഈസ് ക്ലോസ് കമ്പാനിയൻ ടു ഫാൾസ്ഹുഡ്. സോ ട്രൂത്ത് ഫോളോസ് വാട്ട്? ഫിയർലെസ്നെസ്. ഇനി ഇതുമൂലം എന്ത് സംഭവിച്ചു? ഫാൾസ്ഹുഡ് ആൻഡ് ഫുർട്ടീവ്. ഫുർട്ടീവ് മീൻസ് സീക്രട്ട് ബിഹേവിയർ, രഹസ്യ സ്വഭാവം. സീക്രട്ട് ബിഹേവിയർ ലെസൺ of whom? Of the Indians were lessened because of the teaching of Mahatma Gandhi. Falsehood and fictive behavior of Indians were lessened. So it is a psychoanalytical method. This is the psychoanalytical method of Mahatma Gandhi. He probed, just like a psychologist, he probed into the patient's mind, patient's past. He analyzed the origins of his complexes. ഇന്ത്യക്കാരുടെ മാനസികമായ അതിസങ്കീർണതകളെ കുറിച്ച് ആദ്യ പേജിൽ പറഞ്ഞതുപോലെയുള്ള അപമാനത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഗാന്ധിജി അനലൈസ് ചെയ്തു. ഹി എക്സ്പോസ്ഡ് ദം, ജനക്കൂട്ടത്തിന് പറഞ്ഞുകൊടുത്തു, ടു ഹിസ് വ്യൂ, ആൻഡ് ദർ വാസ് എ സൈക്കോളജിക്കൽ റിയാക്ഷൻ. ഇറ്റ് ക്രിയേറ്റഡ് വാട്ട്? ഷെയിം ഇൻ ദ മൈൻഡ്സ് ഓഫ് ഇന്ത്യൻസ്. As a result of this action from Mahatma Gandhi, നാണക്കേട് ഇന്ത്യക്കാരുടെ മനസ്സിൽ വന്നു. എന്തിനെതിരെയുള്ള? Against the foreign rule, against the British rule. It degraded and humiliated us. അത് നമ്മുടെ മനസ്സിൽ അപമാനവും നാണക്കേടും വളർത്തിയെടുത്തു. നമ്മൾ സത്യസന്ധരായി മാറി എന്നുള്ളതല്ല, മറിച്ച് ഇനി ഒരിക്കലും ഒരു വിദേശ അതീശ ശക്തി നമ്മുടെ മേൽ ഭരണം നടത്താൻ പാടില്ല എന്നൊരു തിരിച്ചറിവ് ഗാന്ധിജിക്ക് നമ്മുടെ മനസ്സിൽ വളർത്തുവാൻ സാധിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ് വാസ് എ സൈക്കോ അനാലിറ്റിക്കൽ മെത്തഡ്.